കേരളത്തിലെ ഇസ്ലാം മത കച്ചവടക്കാർ, അതായത് ഇസ്ലാം മതം കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആളുകൾ ഇപ്പോൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പലതരത്തിലുള്ള സൂത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൽ നിന്ന് കൂട്ടത്തോടെ ആളുകൾ കൊഴിഞ്ഞു പോകുന്നു എന്ന് കണ്ടതോടുകൂടി തങ്ങളുടെ ഉപജീവനം മുട്ടും എന്ന് ഭയപ്പെടുന്ന ഈ കൂട്ടർ പലതരത്തിലുള്ള കുതന്ത്രങ്ങളും കള്ളത്തരങ്ങളും പയറ്റിക്കൊണ്ട് വിശ്വാസികളിൽ ഒരു ചെറിയ വിഭാഗത്തെയെങ്കിലും പിടിച്ചു നിർത്താനുള്ള അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ എം അക്ബറും കൂട്ടരും ഇപ്പോൾ നടത്തുന്ന ഒരു രീതി, അവർക്ക് നേരിട്ട് നുണ പറയാനുള്ള മടി കൊണ്ട്, അല്ലെങ്കിൽ അവർ പറയുന്ന നുണകളെല്ലാം പെട്ടെന്ന് പൊളിയുമെന്നതുകൊണ്ട് ചെറിയ കുട്ടികളെ നുണ പറയാൻ പരിശീലിപ്പിച്ചു വിടുകയും എന്നിട്ട് അവർ നുണ പറഞ്ഞ് പരിഹാസ്യരാവുകയും ചെയ്യുക എന്നൊരു രീതിയാണ്. പക്ഷേ അവർ കാണുന്ന ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നമ്മൾക്കൊക്കെ നേരിട്ട് ആക്സസ് ഉള്ള, അല്ലെങ്കിൽ നമ്മളൊക്കെ പറയുന്ന മറുപടികളും പ്രതികരണങ്ങളും ഒക്കെ നേരിട്ട് കാണാനും കേൾക്കാനും ഒന്നും സാധ്യതയില്ലാത്ത വിശ്വാസികളുടേതായ ഒരു ഇരുണ്ട ലോകത്ത് കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട്. അവർക്കിടയിൽ മാത്രം പ്രചരിക്കുന്ന ചില വാട്സപ്പ് ഗ്രൂപ്പുകളും അങ്ങനെയുള്ള കുടുംബ ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പച്ചക്ക് കള്ളങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കുട്ടികളെയൊക്കെ നുണ പറയാൻ പരിശീലിപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ചില നുണപറച്ചിലുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അതിന് ലിയാഖത്ത് അലിയൊക്കെ അതിന് ഭംഗിയായിട്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ലിയാഖത്ത് അലിയുടെ ചാനലിൽ ഇന്നലെ വന്ന ഒരു വീഡിയോ, അൽ ഉസ്താദ് റോസ്റ്റഡ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് ലിയാഖത്ത് അലി നടത്തുന്നത്. അതിനകത്ത് ഒരു പയ്യൻ എനിക്കെതിരായിട്ട് എങ്ങനെയാണ് കള്ളം പറയുന്നത് എന്ന്, ഞാൻ കള്ളം പറയുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഈ പയ്യനെ കൊണ്ട് അക്ബറും കൂട്ടരും എങ്ങനെയാണ് നുണ പറയിപ്പിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ലിയാഖത്ത് അലി പൊളിച്ചു കാണിക്കുന്നുണ്ട്. അതുപോലെയുള്ള സൂത്രങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നു. വേറൊരു ഭാഗത്ത് നമ്മളെക്കുറിച്ചൊക്കെ വ്യക്തിപരമായി വീണ്ടും വിശ്വാസികൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയുള്ള കള്ളപ്രചരണങ്ങളും ഇവർ തുടരുന്നുണ്ട്. ഇവർ നേരത്തെ നടത്തിയിരുന്ന കള്ളപ്രചരണങ്ങൾ പലതും പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ പുതിയ കള്ളപ്രചരണങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കള്ളപ്രചരണം വ്യാപകമായി നടക്കുന്നു എന്ന വിവരം ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്ന് ഇതാണ്, എൻ്റെ സഹധർമ്മിണി ഒരു പർദ്ദ ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ അത് വ്യാപകമായി ഇസ്ലാമിസ്റ്റുകൾ അവരുടെ സ്വകാര്യ ഗ്രൂപ്പുകളിലും കുടുംബ ഗ്രൂപ്പുകളിലും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് പലയിടത്തുനിന്നും വിവരം വരുന്നുണ്ട്. ഈ ഫോട്ടോ ഒരു 5-6 വർഷം മുമ്പ് ഞാൻ തന്നെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത ഒരു ഫോട്ടോ ആണ്, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അത് ആ കാലത്ത് തന്നെ ആ ഫോട്ടോ കണ്ട് അത് എടുത്തുകൊണ്ട് പോയിട്ട് ഇതുപോലെ പല തെറ്റിദ്ധാരണകളും പരത്താവുന്ന രീതിയിലുള്ള പ്രചരണം ഇസ്ലാമിസ്റ്റുകൾ നടത്തി അതിനെ നമ്മൾ കൃത്യമായി പൊളിച്ചെടുക്കുകയും അത് എന്താണ് സംഭവം എന്നുള്ളത് വിശദീകരിക്കുകയും ചെയ്തതോടുകൂടി അത് അന്ന് കെട്ടടങ്ങിപ്പോയ ഒരു വിവാദമാണ്. അതിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പൊക്കിക്കൊണ്ടുവന്നത് നമ്മൾക്കൊന്നും ആക്സസ് ഉള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലല്ല, മറിച്ച് നമ്മളൊന്നും ബന്ധപ്പെടാത്ത, അല്ലെങ്കിൽ നമ്മളുടെ ഒന്നും കാര്യങ്ങൾ അറിയാത്ത ആളുകൾക്കിടയിൽ സ്വകാര്യമായി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പൊക്കിക്കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് ഇവർ എന്താണ് അതുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് എന്ന് വ്യക്തമല്ല. പല രീതിയിലുള്ള പ്രചരണങ്ങളും ചർച്ചകളും അത് വെച്ച് നടത്തുന്നുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് എൻ്റെ സഹധർമ്മിണി ഇപ്പോഴും പർദ്ദയിട്ട് നടക്കുന്ന ഒരു മതവിശ്വാസിയാണ്, അപ്പോൾ സ്വന്തം വീട്ടിലെ സ്വന്തം സഹധർമ്മിണിയെപ്പോലും പർദ്ദയിൽ നിന്ന് മോചിപ്പിക്കാനോ മതത്തിൽ നിന്ന് മോചിപ്പിക്കാനോ കഴിയാത്ത ഒരാളാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് ഒരു ഭാഗത്ത് ശ്രമം. വേറൊരു ഭാഗത്ത് ശ്രമം, നമ്മൾ പർദ്ദയെ വിമർശിക്കുന്ന ആൾക്കാരാണ് പക്ഷേ എന്നിട്ട് സ്വന്തം ജീവിതത്തിൽ പർദ്ദ ഇട്ട് നടക്കുന്നവരുമാണ് എന്ന രീതിയിൽ മറ്റു പല രീതിയിലും നമ്മളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഈ ഫോട്ടോ ഉപയോഗിച്ച് പ്രചരണം നടത്തുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. എന്തായാലും ഇതുപോലുള്ള ഒരുപാട് വേലത്തരങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്നും നമുക്ക് പരാതിയില്ല. ആ വേലത്തരങ്ങളൊക്കെ അവർ ചെയ്തോട്ടെ. നമ്മളെ അറിയുന്ന ആളുകൾ, നമുക്ക് ബന്ധമുള്ള ആളുകൾ, നമ്മളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന മേഖലകളിൽ ഉള്ള ഏതൊരാൾക്കും ഞങ്ങൾ ആരാണ് എന്ന്, ഞങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയാണെന്ന്, ഞങ്ങളുടെ വ്യക്തിജീവിതം എങ്ങനെയാണെന്നുള്ളത്, ഞങ്ങൾ ഏത് രീതിയിലാണ് ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്, എങ്ങനെയാണ് ഇവിടെ ജീവിച്ചത് എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം. കാരണം ഞങ്ങളൊക്കെ ഒരു 1/2 നൂറ്റാണ്ട് കാലമായിട്ട് തുറന്ന പുസ്തകം പോലെ ഇവിടെ മലപ്പുറത്ത് ജീവിച്ചിട്ടുള്ള, അധ്യാപകരായി ജോലി ചെയ്തുകൊണ്ട് ജീവിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് അത് കാര്യത്തിലൊന്നും നമുക്കൊരു ബേജാറുമില്ല. പക്ഷെ ഞാനിതിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ
ഈ ഒരു പർദ്ദയുടെ പേര് പറഞ്ഞുകൊണ്ട്, ഈ വസ്ത്രധാരണത്തിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇപ്പം നടത്തുന്ന ഈ പ്രചരണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള യുക്തിവാദികളുടെ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകരുടെ ഒരു നിലപാട് എന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. ഇസ്ലാമിലെ പർദ്ദയെക്കുറിച്ചും ആ പർദ്ദ എന്ന വസ്ത്രം എങ്ങനെയാണ് വന്നത് എന്നതിനെക്കുറിച്ചും ആ പർദ്ദ വസ്ത്രം മുസ്ലിം സ്ത്രീകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതിൻ്റെ സാമൂഹ്യവും മതപരവും സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ള പശ്ചാത്തലം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി മുമ്പ് പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അധികം താമസിയാതെ മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ ആ കാര്യം ഇസ്ലാമിലെ പർദ്ദ എന്താണ് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇസ്ലാമിലെ പർദ്ദയെക്കുറിച്ച് പറയാനല്ല ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ എങ്ങനെയാണ് വസ്ത്രം ധരിച്ചു തുടങ്ങിയത്, മനുഷ്യർ എന്തിനാണ് വസ്ത്രം ധരിച്ചു തുടങ്ങിയത്, അതിനെക്കുറിച്ചുള്ള നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഈ മതകഥാപുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള കെട്ടുകഥകളെ ആശ്രയിക്കുമ്പോഴാണ് പലതരത്തിലുള്ള തെറ്റായ ധാരണകളും നമ്മുടെ സമൂഹത്തിൽ വന്നു ചേർന്നിട്ടുള്ളത്. അതിലൊരു തെറ്റിദ്ധാരണ പരത്തിയിട്ടുള്ളത് ഈ സെമിറ്റിക് മതങ്ങളുടെ സൃഷ്ടികഥയും ആദം ഹവ്വ കഥയും ഒക്കെ ആയി ബന്ധപ്പെട്ടാണ്. അതിൽ പറയുന്ന ഒരു കാര്യം, മനുഷ്യർക്ക് നഗ്നതയെക്കുറിച്ച് നാണം തോന്നിയപ്പോൾ നഗ്നത മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യർ വസ്ത്രം ധരിച്ചു തുടങ്ങിയത് എന്ന രീതിയിലാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. ആദമിനും ഹവ്വയ്ക്കും ആദ്യം വസ്ത്രം ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർക്ക് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഈ ചെകുത്താൻ ആപ്പിൾ തീറ്റിച്ചതിന് ശേഷം അവർക്ക് നാണം തോന്നി. അങ്ങനെ അവർ ഇലകളൊക്കെ എടുത്തിട്ട് വസ്ത്രം മറച്ചു എന്ന രീതിയിലൊക്കെയാണ് ഈ കഥ പറഞ്ഞു തുടങ്ങുന്നത്. ഈ കഥയിലെ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർക്ക് നഗ്നത മറയ്ക്കണമെന്നും മനുഷ്യർ വസ്ത്രം ധരിക്കണമെന്നും ദൈവത്തിന് യാതൊരു നിർബന്ധവും ഉണ്ടായിരുന്നില്ല. ചെകുത്താനായിരുന്നു അതിന് നിർബന്ധം ഉണ്ടായിരുന്നത്. അപ്പോൾ മനുഷ്യരെ വസ്ത്രം ധരിപ്പിച്ചത് ദൈവമല്ല, ചെകുത്താനാണ് എന്നാണ് ഈ കഥയിൽ പറയുന്നത്. അത് ഒരു വലിയ കോമഡിയാണ്. അപ്പോൾ വസ്ത്രധാരണ എന്നുള്ളത് ചെകുത്താൻ്റെ സംഭാവനയാണെങ്കിൽ നമ്മൾ വസ്ത്രധാരണത്തെ പോസിറ്റീവായിട്ടല്ല കാണേണ്ടത്, അത് നെഗറ്റീവായിട്ടാണ് കാണേണ്ടത്. കാരണം ചെകുത്താൻ എന്തായാലും മനുഷ്യരെ നല്ല കാര്യം പഠിപ്പിക്കാനുള്ള ആളല്ലല്ലോ. നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിക്കേണ്ടത് ദൈവവും ചീത്ത കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത് ചെകുത്താനുമാണെങ്കിൽ മനുഷ്യർ വസ്ത്രം ധരിക്കുന്നത് ഒരു ചീത്ത കാര്യമാണ് എന്നാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. അത് ആ കോമഡി അവിടെ നിൽക്കട്ടെ. ഇന്ന് മനുഷ്യൻ ചരിത്രത്തെ വിശകലനം ചെയ്യുന്നത് ഇത്തരം കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിലല്ല. ഇത്തരം കെട്ടുകഥകളൊക്കെ മനുഷ്യർ ഉണ്ടാക്കിയപ്പോൾ മനുഷ്യർക്ക് സംഭവിച്ച ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഏതു കാലഘട്ടത്തിൽ ഏത് സമൂഹത്തിൽ നിന്നുകൊണ്ടാണോ മനുഷ്യർ ഈ കഥകൾ മെനഞ്ഞുണ്ടാക്കിയത്, ആ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ അറിവും അന്നത്തെ മനുഷ്യൻ്റെ സംസ്കാരവും അന്നത്തെ മനുഷ്യരുടെ ധാരണകളും ഒക്കെ വെച്ചുകൊണ്ട് അവർ ഫ്ലാഷ് ബാക്ക് കഥകൾ മെനയുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കഥ എഴുതി ഉണ്ടാക്കിയിരുന്ന കാലത്ത് മനുഷ്യർ വസ്ത്രം ധരിച്ചിരുന്നു. അന്ന് വസ്ത്രം ധരിക്കാതിരുന്നാൽ മനുഷ്യർക്ക് നാണം തോന്നിയിരുന്നു. അതുകൊണ്ട് മനുഷ്യർ നാണം തോന്നിയത് കൊണ്ടാണ് വസ്ത്രം ധരിച്ചത് എന്ന അബദ്ധധാരണയിൽ നിന്ന് ഇങ്ങനെ ഒരു കഥയുണ്ടാക്കി എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. പക്ഷെ മനുഷ്യർ നാണം തോന്നിയത് കൊണ്ട് നാണം മറയ്ക്കാൻ വേണ്ടി അല്ല വസ്ത്രം ധരിച്ചു തുടങ്ങിയത് എന്ന് നരവംശ ശാസ്ത്രത്തെ സംബന്ധിച്ചൊക്കെ ബാലപാഠങ്ങൾ പഠിച്ചാൽ ഇന്ന് നമുക്ക് മനസ്സിലാവും. എന്ന് മാത്രമല്ല, മനുഷ്യർക്ക് അങ്ങനെ വസ്ത്രം ധരിക്കാതെ നടന്നാൽ നാണം തോന്നും എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് എന്നതിന് ജീവനുള്ള തെളിവുകൾ ഇന്ന് ലോകത്ത് പലയിടത്തും ഉണ്ട്. നമ്മുടെ ആൻഡമാൻ ദ്വീപിൽ ചെന്നാൽ അവിടെ വസ്ത്രം ധരിക്കാത്ത മനുഷ്യരെ കാണാം. ആമസോൺ കാടുകളിൽ പോയാൽ അവിടെ ഒരിക്കൽ ഒരു വസ്ത്രവും ധരിക്കാതെ ജീവിക്കുന്ന ഗോത്രവർഗ മനുഷ്യരെ കാണാം. അങ്ങനെ ലോകത്ത് പല ഭാഗത്തും വസ്ത്രം ധരിക്കാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിലെ കാടുകളിൽ തന്നെ ഈ ആദിമ നിവാസികളായിട്ടുള്ള പലരും അടുത്ത കാലത്താണ് വസ്ത്രം ചെറിയ തോതിലെങ്കിലും വസ്ത്രം ധരിച്ച് തുടങ്ങിയത്. ഇനി കാട്ടിലേക്കൊന്നും പോകണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ജാതി വ്യവസ്ഥക്ക് കീഴിൽ പല വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളും മറയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു അരനൂറ്റാണ്ട് പോലും ആയിട്ടില്ല. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ജീവിതത്തിലൊരിക്കലും മറക്കാതെ നടന്നിരുന്ന എത്രയോ സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്.
എൻ്റെ അയൽവക്കത്തുള്ള മിക്ക വീടുകളിലും സ്ത്രീകൾ മാറുമറക്കാതെയാണ് നടന്നിരുന്നത്. അവർ ചെറുപ്രായത്തിൽ പോലും മാറുമറക്കാതെയാണ് നടന്നിരുന്നത്. അവർക്കാർക്കും മാറുമറക്കാതെ നടക്കുന്നതിൽ നാണം തോന്നിയിരുന്നില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ പിന്നീട് ആദ്യമായിട്ട് അവരുടെ മക്കളുടെയും പുതിയ തലമുറയിൽപ്പെട്ട ആളുകളുടെയും ഒക്കെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി ആദ്യമായിട്ട് ബ്ലൗസ് ധരിക്കുമ്പോഴാണ് അവർക്ക് നാണം തോന്നിയിരുന്നത്. അതും ഞാൻ കണ്ട് പരിചയമുള്ളൊരു കാര്യമാണ്. എനിക്ക് വസ്ത്രം ധരിക്കാതെ നടന്നിരുന്ന ചില സ്ത്രീകളെ നമ്മളൊക്കെ കൂടി വസ്ത്രം ധരിപ്പിച്ചപ്പോൾ അവർ നാണം കുണുങ്ങുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ വസ്ത്രം ധരിക്കാതിരിക്കുന്നതിലല്ല, വസ്ത്രം ധരിക്കുന്നതിലാണ് അവർക്ക് നാണം തോന്നിയത്. നൈസർഗികമായിട്ട് മനുഷ്യർക്ക് സ്വന്തം ശരീരത്തിൽ ഏതെങ്കിലും ശരീരഭാഗം കാണുമ്പോൾ നാണം തോന്നുക എന്നൊരവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നത് വളരെ കൃത്യമായി നമുക്ക് ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. പിന്നെ എന്തിനാണ് മനുഷ്യൻ വസ്ത്രം ധരിച്ച് തുടങ്ങിയിട്ടുണ്ടാവുക? അതിനെക്കുറിച്ച് പഠനങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. മനുഷ്യർ വസ്ത്രം ധരിച്ച് തുടങ്ങിയിട്ടുണ്ടാവുക എന്തിനാണ് എന്നതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ കേരളം പോലുള്ള ഒരു ഭൂപ്രദേശത്ത് അവിടുത്തെ ഒരു കാലാവസ്ഥയിൽ ജീവിക്കുന്ന നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ യൂറോപ്പിലും അമേരിക്കയിലും അതുപോലെ ഉത്തരധ്രുവത്തിനോട് ചേർന്നൊക്കെ ഉള്ള രാജ്യങ്ങളിലൊക്കെ കൊടും ശൈത്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അറിയാം എന്തിനാണ് മനുഷ്യർ വസ്ത്രം ധരിച്ചു തുടങ്ങിയത് എന്ന്. മനുഷ്യർ വസ്ത്രം ധരിച്ചു തുടങ്ങിയത് കാലാവസ്ഥയിൽ നിന്നും ചുറ്റുപാടുകളിലുള്ള മറ്റു പല പ്രകൃതിയുടേതായ പല ഉപദ്രവങ്ങളിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആണ് മനുഷ്യൻ ആദ്യമായിട്ട് വസ്ത്രങ്ങൾ ധരിച്ചു തുടങ്ങിയിട്ടുണ്ടാവുക എന്ന കാര്യം ഉറപ്പാണ്. എന്തെങ്കിലുമൊക്കെ എടുത്ത് ശരീരത്തിൽ പൊതിയുമ്പോൾ തണുപ്പിൽ നിന്ന് രക്ഷ കിട്ടുന്നു, അല്ലെങ്കിൽ കൊടിയ ചൂടിൽ നിന്നും പൊടിക്കാറ്റിൽ നിന്നൊക്കെ രക്ഷ കിട്ടുന്നു എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ മനുഷ്യനാണ് പതുക്കെ ശരീരം പൊതിയാനുള്ള ആവരണങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത്. അങ്ങനെ ആവരണങ്ങൾ എന്ന രീതിയിൽ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും മറ്റും രക്ഷപ്പെടാനുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ മൃഗങ്ങളുടെ തോലും മറ്റും ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ധരിച്ച് തുടങ്ങിയപ്പോൾ അത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് വസ്ത്രം എന്ന് പറയുന്ന ഒരാശയം മനുഷ്യരിലേക്ക് വരുന്നതും അത് പിന്നീട് പല രീതിയിൽ വികസിച്ച് പരിണമിച്ച് ഇന്നത്തെ രീതിയിലുള്ള വൈവിധ്യമാർന്ന വസ്ത്രങ്ങളായി മാറുകയുമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വസ്ത്രം ധരിക്കുക എന്നത് ഒരു ശീലമായി മാറിയതോടുകൂടി പിന്നെ മനുഷ്യനിൽ ആ വസ്ത്രങ്ങൾക്ക് മറ്റു പുതിയ മാനങ്ങൾ പലതും കൈവരിച്ചു. എന്തൊക്കെ മാനങ്ങളാണ് അത്? സൗന്ദര്യബോധവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ശരീരത്തെ കൂടുതൽ മോടി പിടിപ്പിക്കുന്നതിന് ഈ വസ്ത്രങ്ങളും മോടി പിടിപ്പിക്കുക എന്നൊരാശയത്തിലേക്ക് വരികയും അങ്ങനെ വസ്ത്രം മനുഷ്യൻ്റെ സൗന്ദര്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒന്നായി മാറുകയും ചെയ്തു. അതുപോലെ തന്നെ വസ്ത്രം മനുഷ്യരുടെ അന്തസ്സിനെ സൂചിപ്പിക്കുന്ന ഒരടയാളമായിട്ടും പിൽക്കാലത്ത് വരുന്നുണ്ട്. സമൂഹത്തിലുള്ള ഈ ഹൈറാർക്കിയുടെ അടിസ്ഥാനത്തിലൊക്കെ വസ്ത്രധാരണത്തിൽ വ്യത്യാസങ്ങളൊക്കെ വരുന്നത് ഓരോ വിഭാഗത്തിൻ്റെയും അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ കൂടി അടയാളമായിട്ട് ഈ വസ്ത്രമൊക്കെ മാറിയതിന് ശേഷമാണ്. ഇപ്പോൾ രാജാവ് ധരിക്കുന്ന വസ്ത്രമല്ല മന്ത്രി ധരിക്കുന്നത്, മന്ത്രിയുടെ വസ്ത്രമല്ല സൈനികർ ധരിക്കുന്നത്, സൈനികരുടെ വസ്ത്രമല്ല സാധാരണക്കാരായ സിവിലിയൻസ് അല്ലെങ്കിൽ പ്രജകൾ ധരിക്കുന്നത്. ഇങ്ങനെ സോഷ്യൽ ഹൈറാർക്കിക്കനുസരിച്ച് വസ്ത്രങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുക. ഇതുപോലെയുള്ള പല കാര്യങ്ങളും പിന്നീട് വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇവോൾവ് ചെയ്തു വന്നിട്ടുള്ളതാണ്. അങ്ങനെ മനുഷ്യൻ്റെ അന്തസ്സിൻ്റെയും മനുഷ്യൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ അടയാളം എന്ന നിലക്കും മനുഷ്യരുടെ സൗന്ദര്യബോധത്തിൻ്റെ ഭാഗം എന്ന നിലക്കുമൊക്കെ വസ്ത്രം ഇന്നത്തെ ഒരു നില കൈവരിച്ചത് പതുക്കെയുള്ള ഒരു എവല്യൂഷനിലൂടെ സംഭവിച്ചതാണ്. തുടക്കം എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ശരീരത്തിൽ പൊതിയുമ്പോൾ തനിക്ക് അല്പം കംഫർട്ട് തോന്നി, അല്ലെങ്കിൽ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നൊക്കെ രക്ഷ തോന്നി എന്നിടത്ത് നിന്നാണ് മനുഷ്യൻ്റെ ഈ വസ്ത്രധാരണം ആരംഭിച്ചിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. എന്നാൽ ഈ മതങ്ങളൊക്കെ ഉണ്ടായ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കാലഘട്ടത്തിൽ വസ്ത്രത്തിന് എന്താണോ സ്റ്റാറ്റസ് അതിനനുസരിച്ച് അന്ന് വസ്ത്രം ധരിക്കുന്നതും ധരിക്കാതിരിക്കുന്നതും എങ്ങനെയാണോ മനുഷ്യർക്ക് ഫീൽ ചെയ്തത് അതിനനുസരിച്ച് ഈ വസ്ത്രത്തെക്കുറിച്ചൊക്കെ പൂർവ്വകാല കഥകൾ നെനഞ്ഞുണ്ടാക്കിയിട്ടാണ് ഈ മതപുസ്തകങ്ങളിലെ പൊട്ടക്കഥകളെല്ലാം എഴുതി വെച്ചിട്ടുള്ളത്. ആ കഥകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ കാണുന്നത് കൊണ്ടാണ് ഇന്നും മനുഷ്യർ ഇത്തരം തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തുന്നത്. ഇനി നമുക്ക് ഇസ്ലാമിലെയൊക്കെ വസ്ത്രത്തിൻ്റെ രീതി എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ആലോചിച്ചാൽ
യാതൊരു സംശയവുമില്ല അറേബ്യയിലെ മരുഭൂമിയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് വന്ന വസ്ത്രമാണ് അത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം നമുക്കറിയാം, നമ്മുടെ രാജസ്ഥാനിൽ പോയി നോക്കിയാൽ അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തലപ്പാവ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ശിരോവസ്ത്രം ധരിച്ചിട്ടുണ്ടാവും. കാരണം മരുഭൂമിയിലെ കാലാവസ്ഥയിൽ മനുഷ്യർക്ക് ഏറ്റവും അനിവാര്യമായ ഒരു വസ്ത്രമാണ് ശിരോവസ്ത്രം, തലപ്പാവ് അല്ലെങ്കിൽ തലയിക്കെട്ട്, തട്ടം പോലുള്ള വസ്ത്രങ്ങൾ. ഇത് തന്നെയാണ് അറേബ്യയിലെ മരുഭൂമിയിലും. അവിടെ പുരുഷന്മാരും തലയിൽ തട്ടം ധരിച്ചിരുന്നു, സ്ത്രീകളും തലയിൽ തട്ടം ധരിച്ചിരുന്നു. ഇത് മുഹമ്മദ് നബിക്ക് മുമ്പും അവിടെ അറബികൾ ധരിച്ചിരുന്ന വസ്ത്രമാണ്. അത് സ്ത്രീകൾക്കും ഉണ്ടായിരുന്നു, പുരുഷന്മാർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ശിരോവസ്ത്രം എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വസ്ത്രമായിട്ട് അറബികൾക്ക് തോന്നാൻ കാരണം അവരുടെ ജീവിത ചുറ്റുപാടും അവരുടെ കാലാവസ്ഥയും അവരുടെ ഭൂപ്രകൃതിയും ഒക്കെയാണ്. അതനുസരിച്ചാണ് അവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയത്. എന്നാൽ അറേബ്യയിൽ നിന്ന് അവരുടെ സംസ്കാരം അവരുടെ മതത്തോടൊപ്പം മറ്റു രാജ്യങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ടപ്പോൾ ആ മരുഭൂമിയിലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് അവിടെ രൂപപ്പെട്ട വസ്ത്രം അതെന്തോ മതപരമായ ഒരു മാനമുണ്ട് എന്നതിൻ്റെ പേരിൽ മറ്റുള്ളവരും അനുകരിക്കുകയാണ് ചെയ്തത്. നമ്മുടെ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഈ തലയിൽ തൊപ്പിയും തലയിക്കെട്ടും തട്ടവും ഒക്കെ എല്ലാ കാലത്തും ഇട്ടുകൊണ്ട് നടക്കേണ്ട യാതൊരു ആവശ്യവും ആണിനോ പെണ്ണിനോ ഇല്ല. ഇവിടെ പെണ്ണിൻ്റെ തലയിലെ തട്ടം പെണ്ണിൻ്റെ തലമുടി മറയ്ക്കാനാണെന്നും തലമുടി നഗ്നത ആയതുകൊണ്ടാണെന്നും നഗ്നത ലൈംഗികതയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് എന്നൊക്കെ ഈ പാവങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചതാണ്. തലയിലെ തട്ടം നഗ്നതയുമായിട്ടോ അല്ലെങ്കിൽ നാണവുമായിട്ടോ പെണ്ണിൻ്റെ സൗന്ദര്യം മറക്കലുമായിട്ടോ ഒന്നും ബന്ധപ്പെട്ട് വന്നതല്ല. അത് മരുഭൂമിയിലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് വന്ന ഒരു വസ്ത്രമാണ് എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ മതത്തെ അന്ധമായി ഫോളോ ചെയ്യുകയും വസ്തുതകളെ ചരിത്രബോധത്തോടെ യാഥാർത്ഥ്യബോധത്തോടെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അബദ്ധധാരണകളിൽ ഈ മതവിശ്വാസികൾ ചെന്ന് പെട്ടുപോകുന്നത്. അവിടെയാണ് മതവിശ്വാസവും നമ്മുടെ യുക്തിവാദ ചിന്തയും തമ്മിൽ വ്യത്യാസപ്പെടുന്നത്. നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ചും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്നതും അല്ലാത്തതുമായ ഏതൊരു വിഷയമായാലും നമ്മൾ അതിനെ നോക്കിക്കാണുന്നത് സ്വതന്ത്രമായിട്ടാണ്. സ്വതന്ത്രമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ നൂല് പൊട്ടിയ പട്ടം പോലെ എന്നല്ല അർത്ഥം. നിലവിലിരിക്കുന്ന ഡോഗ്മകളും അന്ധവിശ്വാസങ്ങളും പാരമ്പര്യശീലങ്ങളും, ഈ പാരമ്പര്യശീലങ്ങളിൽ എത്രത്തോളം ശരിയുണ്ട്, എത്രത്തോളം അത് യുക്തിസഹമാണ്, എത്രത്തോളം അത് പ്രായോഗികമാണ് എന്നൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ ആ സാധനം വേണോ വേണ്ടേ, അല്ലെങ്കിൽ അത് ഇന്ന മാറ്റം വേണോ വേണ്ടേ എന്ന് ആലോചിക്കുകയും അതിനനുസരിച്ച് സ്വന്തമായ ഒരു പുതിയ ശീലം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരു രീതിശാസ്ത്രമാണ് യുക്തിവാദികൾ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്നവർ സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഈ വസ്ത്രം എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പം നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു വസ്ത്രധാരണ രീതി, പെണ്ണുങ്ങളുടെ ആയാലും ആണുങ്ങളുടെ ആയാലും തുണി ഉടുക്കുക, അല്ലെങ്കിൽ ഒരു ലുങ്കി ഉടുക്കുക, പിന്നെ അതിൻ്റെ മേലെ ഒരു കുപ്പായം ഇടുക എന്നുള്ള രീതിയാണ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അന്ന് ശീലിച്ചിരുന്നത്. പക്ഷേ ഈ തുണി ഉടുക്കുന്നത് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഈ തുണി ഉടുക്കുക എന്നത് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രധാരണ രീതിയല്ല. ഒരു കാലത്ത് വസ്ത്രത്തിനൊക്കെ വലിയ ദാരിദ്ര്യം ഉണ്ടായിരുന്ന കാലത്ത് ഒരു തുണിക്കഷ്ണം കൊണ്ട് ചുറ്റി നാണം മറക്കുക എന്ന ഒരു രീതിയിൽ മനുഷ്യർ പരിമിതമായി വസ്ത്രം ധരിച്ചിരുന്നത് കൊണ്ടാണ് ഈ തുണി ഒരു വസ്ത്രമായിട്ട് നമ്മുടെ നാട്ടിൽ വന്നത്. പക്ഷേ തുണി ഉടുക്കുന്നതിനേക്കാൾ നമുക്ക് എന്തുകൊണ്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള, സൗകര്യപ്രദമായിട്ടുള്ള വസ്ത്രധാരണ രീതി പാൻസ് ധരിക്കലോ അതല്ലെങ്കിൽ അതുപോലെയുള്ള ട്രൗസേഴ്സ് ധരിക്കലോ ഒക്കെ ആണ് എന്ന് പ്രായോഗികമായി ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ പഴയ പാരമ്പര്യ വസ്ത്രധാരണ രീതി മാറ്റിയിട്ട് ഈ രീതിയിലേക്ക് മാറുകയാണ് ചെയ്തത്. ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഈ തുണിയാണ് ഉടുത്തിരുന്നത്. പക്ഷേ തുണി ഉടുത്തു കഴിഞ്ഞാൽ അത് അഴിഞ്ഞു പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു തിരക്കുള്ള യാത്രയിൽ, അല്ലെങ്കിൽ നമ്മൾ ഓടുമ്പോൾ, അല്ലെങ്കിൽ കാറ്റ് വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ കയറുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ ഒക്കെ ഈ തുണി അഴിഞ്ഞു പോകാനുള്ള അല്ലെങ്കിൽ അത് പറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശ്രദ്ധയുടെ ഒരു ഭാഗം എപ്പോഴും ഈ വസ്ത്രത്തെക്കുറിച്ച് ആയി മാറും. അത് നമുക്ക് വലിയൊരു നഷ്ടമാണ്. നമ്മുടെ ശ്രദ്ധ എപ്പോഴും നമ്മുടെ വസ്ത്രം പറക്കുന്നുണ്ടോ, അത് അഴിഞ്ഞു പോകുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാകുമ്പോൾ നമ്മുടെ ഒരു കംഫർട്ട് നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രണ്ട് കൈയുള്ളതിൽ ഒരു കൈ എപ്പോഴും നമ്മൾ നടക്കുമ്പോഴായാലും ബസ്സിൽ കയറുമ്പോഴായാലും ഓടുമ്പോഴായാലും എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴായാലും
എപ്പോഴും ഒരു കൈയെങ്കിലും നമ്മൾ ഈ തുണിയിൽ പിടിക്കേണ്ടി വരും. കാരണം ആ തുണി നമ്മൾ നടക്കുന്നതിനും മറ്റും തടസ്സമാകുന്നത് കൊണ്ടും അത് അഴിഞ്ഞു പോകാതിരിക്കാനും എപ്പോഴും ഈ തുണിയിൽ നമ്മുടെ ഒരു കൈ പ്രയോഗിക്കണം, നമ്മുടെ ശ്രദ്ധയും പ്രയോഗിക്കണം. ഇത് തന്നെയാണ് സാരി ഉടുക്കുന്ന അല്ലെങ്കിൽ തുണി ഉടുക്കുന്ന സ്ത്രീകൾക്കും ഇത് തന്നെയാണ് പ്രശ്നം. അവരുടെ ശ്രദ്ധയുടെ ഒരു ഭാഗം അവരുടെ കയ്യിലൊന്ന് എപ്പോഴും ഈ ഒരു വസ്ത്രത്തിന് വേണ്ടി ചെലവഴിക്കണം. എന്നാൽ നമ്മൾ നല്ല ടൈറ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കുന്ന ഒരു പാൻസും ഷർട്ടും ഒക്കെ ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശ്രദ്ധയുടെ ഒരു അംശവും ഈ വസ്ത്രത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ കൈയും ആ വസ്ത്രത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വളരെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനും ജോലി ചെയ്യാനും ഓടാനും ചാടാനും ഒക്കെ കഴിയും. ആരുമായിട്ടെങ്കിലും എന്തെങ്കിലും ഒരു ഫൈറ്റ് വേണ്ടി വന്നാൽ, നമ്മൾ ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ തിരിച്ചാക്രമിക്കാനോ നമുക്ക് ഓടി രക്ഷപ്പെടാനോ ഒക്കെ സഹായകമാകുന്നത് ഇത്തരം കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് എന്നതുകൊണ്ട് നമ്മൾ ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഈ പാരമ്പര്യത്തെയും മാറ്റിവെച്ച് സൗന്ദര്യബോധത്തിൻ്റെ ആപേക്ഷികമായ ഈ സൗന്ദര്യബോധത്തെയും മാറ്റിവെച്ച് കംഫർട്ട് ഏതാണോ, അതിൽ നമുക്ക് ഏറ്റവും സൗകര്യം ഏതാണോ, സൗന്ദര്യത്തെക്കാൾ സൗകര്യമാണ് വസ്ത്രത്തിൽ പരിഗണിക്കേണ്ടത് എന്നതാണ് ഒരു സ്വതന്ത്ര ചിന്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടില്ല. അതനുസരിച്ചാണ് ഞാൻ എൻ്റെ വസ്ത്രധാരണ രീതി മാറ്റം വരുത്തിയത്. ഞാൻ സ്വതന്ത്ര ചിന്തകനായതിനു ശേഷം എൻ്റെ വസ്ത്രധാരണ രീതിയിൽ വന്നിട്ടുള്ള മാറ്റം അതാണ്. അങ്ങനെ ഓരോ കാര്യത്തിലും നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള വഴി ഏതാണ്, ഏറ്റവും ശരിയായിട്ടുള്ള വഴി ഏതാണ് എന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ പാരമ്പര്യമായിട്ട് നമ്മുടെ വാപ്പാൻ്റെ വല്യാപ്പയും ഒക്കെ എന്ത് ചെയ്തോ അതനുസരിച്ച് നമ്മളും ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മതത്തിൻ്റെ കിതാബിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ ചെയ്യുക എന്ന രീതിക്ക് പകരം കുറേ കൂടി മെച്ചപ്പെട്ട രീതികൾ നമ്മൾ സ്വന്തമായിട്ട് അവലംബിക്കുന്നതിനെയാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ വസ്ത്രത്തിൻ്റെ കാര്യത്തിലല്ല, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലല്ല, പാർപ്പിടത്തിൻ്റെ കാര്യത്തിലല്ല, തൊഴിലിൻ്റെ കാര്യത്തിലല്ല, നമ്മുടെ നിത്യജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പാരമ്പര്യങ്ങൾക്ക് വ്യത്യസ്തമായി, പാരമ്പര്യങ്ങളിൽ നല്ലതുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം, അതിൽ കൊള്ളരുതാത്തതുണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയാം, പുതിയ പാരമ്പര്യങ്ങളെ വേറെ എവിടുന്നെങ്കിലും സ്വീകരിക്കാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം. എന്നിട്ട് ഏറ്റവും ശരിയെന്നും ഏറ്റവും കംഫർട്ടബിൾ എന്നും ഏറ്റവും സുരക്ഷിതമെന്നും നമുക്ക് ബോധ്യമുള്ള ശീലങ്ങളെ നമ്മൾ ജീവിതശീലങ്ങളാക്കി മാറ്റുക. ഇതാണ് യുക്തിവാദം എന്ന് പറയുന്നത്. ഇത് അല്ലാതെ ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ള പറയൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും പാരമ്പര്യ ശീലങ്ങളിൽ നിന്ന് മാറി അതിൽ നല്ലതുണ്ടെങ്കിൽ അത് മാത്രം സ്വീകരിച്ച് ഏറ്റവും നമുക്ക് ശരിയെന്ന്, നമുക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് തോന്നുന്ന രീതികളെ അവലംബിക്കുക. ഇതാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്. ഇനി ഞാൻ എൻ്റെ സഹധർമ്മിണിയുടെ ഈ ഒരു വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. ഇത് ഞങ്ങൾ സാധാരണ ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. പല വിദേശ യാത്രകളും ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ യാത്രയ്ക്ക് ഏറ്റവും സൗകര്യപ്രദമായ വസ്ത്രമാണ് തിരഞ്ഞെടുക്കാറുള്ളത്. ഇത്തവണ ഞാൻ അമേരിക്കയിലാണുള്ളത്. അമേരിക്കയിലേക്ക് വരുമ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് വിൻ്ററിൽ ധരിക്കാവുന്ന വസ്ത്രങ്ങൾ മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. ഫുൾ കൈയൊക്കെയുള്ള ഷർട്ട് എപ്പോഴും ഇടുന്നത് അതുകൊണ്ടാണ്. ഈ വിൻ്ററിന് പറ്റിയ വസ്ത്രങ്ങൾ മാത്രമാണ് ഈ യാത്രയിൽ നമ്മൾ എടുത്തത്. അതുപോലെ നമ്മൾ എങ്ങോട്ട് യാത്ര പോവുകയാണെങ്കിൽ ആദ്യം പോകുന്ന സ്ഥലത്തെ കാലാവസ്ഥ എന്താണ്, അവിടുത്തെ താപനില എങ്ങനെയാണ് എന്നൊക്കെ നോക്കി അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങളാണ് എടുത്ത് പാക്ക് ചെയ്യുക. അതുപോലെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന, ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ പല ക്ഷേത്രങ്ങളിലും പല ആരാധനാലയങ്ങളിലും ഒക്കെ കാഴ്ചയ്ക്ക് വേണ്ടി കയറാറുണ്ട്. തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ വേറെ ഒറീസയിലോ ഒക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ക്ഷേത്രങ്ങളിൽ കയറും. ഈ ക്ഷേത്രങ്ങളിലൊക്കെ കയറുമ്പോൾ അവിടെ അവർ നിർദ്ദേശിക്കുന്ന ചില ഡ്രസ് കോഡുകളുണ്ടാവും. ചിലയിടത്ത് ചെരുപ്പ് ഇല്ലാതെ പോയി കയറേണ്ട സ്ഥലങ്ങളുണ്ട്, ചിലയിടത്ത് ചെരുപ്പിട്ട് കയറേണ്ട സ്ഥലങ്ങളുണ്ട്, ചിലയിടത്ത് തലയിൽ തൊപ്പി വെച്ച് കയറേണ്ട സ്ഥലങ്ങളുണ്ട്, ചിലയിടത്ത് ഇതൊന്നും ഇല്ലാതെ ഷർട്ട് അയച്ചിട്ട് കയറേണ്ട സ്ഥലമുണ്ട്, ചില സ്ഥലങ്ങളിൽ ഹെൽമറ്റ് വെച്ച് കയറേണ്ട സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഫാക്ടറികളൊക്കെ സന്ദർശിക്കാൻ പോകുമ്പോൾ ഹെൽമറ്റ് വെച്ചിട്ട് പോകണം. ഇങ്ങനെ എന്താണോ നമ്മൾ കാണാൻ പോകുന്നത്, ആ കാഴ്ച കാണാൻ പോകുന്നിടത്ത് അവിടുത്തെ ഡ്രസ് കോഡ് അനുസരിച്ച് നമ്മൾ അവിടുന്ന് ഡ്രസ്സ് മാറിയിട്ടാണ് പോവുക. ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടുന്ന് അതിനനുസരിച്ചുള്ള ഡ്രസ്സ് കിട്ടും. ആ ഡ്രസ്സ് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ പോവുക. അതുപോലെ നമ്മളൊരിക്കൽ അബുദാബിയിൽ പോയ സമയത്ത്, അബുദാബിയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഗ്രാൻഡ് മോസ്കാണ്. അവിടുത്തെ ഒരു ആഡംബര പള്ളിയുണ്ട്, അടുത്ത കാലത്ത് ഉണ്ടാക്കിയതാണ്. ആ ആഡംബര പള്ളി ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആഡംബര പള്ളി കാണാൻ വേണ്ടിയിട്ട് അബുദാബിയിലെ ഗ്രാൻഡ് മോസ്കിൽ ചെന്നപ്പോൾ അവിടെ പള്ളിക്കകത്ത് കയറാൻ ഒരു ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രസ് കോഡിനോട് ഏറെക്കുറെ സാമ്യമുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ പോയിട്ടുള്ളതെങ്കിൽ നമ്മൾ ഇട്ട ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ പള്ളിയിൽ കയറാം. അതല്ല അവരുടെ ഡ്രസ് കോഡിനോട്
സാമ്യമില്ലാത്ത ഡ്രസ്സ് ഇട്ടാണ് വരുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പാശ്ചാത്യരായിട്ടുള്ള മദാമ്മമാരൊക്കെ മിനി സ്കേർട്ട് പോലെ ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നിട്ടില്ലെങ്കിൽ അവർക്കൊക്കെ അവിടെ ഈ അബായ എന്ന് പറയുന്ന ഒരു പർദ്ദ കൊടുക്കും. അതവിടെ എൻട്രൻസിൽ കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തിട്ട് അവർ ഇട്ട ഡ്രസ്സിൻ്റെ മേലെ ഈ അബായ ഇട്ടിട്ട് വേണം പള്ളിയിൽ കയറാൻ. അപ്പം ഞങ്ങൾ അവിടെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞങ്ങൾ ഇട്ടിരുന്ന, അല്ലെങ്കിൽ എൻ്റെ സഹധർമ്മിണി ഇട്ടിരുന്ന ഡ്രസ്സ് അവിടുത്തെ ഡ്രസ് കോഡുമായിട്ട് അത്ര പൊരുത്തമില്ലാത്ത ഡ്രസ്സ് ആയതുകൊണ്ട് അവർ അബായ ഇട്ടിട്ട് പോകാൻ പറഞ്ഞു. അവർ അബായ തന്നു. ആ അബായ ഇട്ടിട്ട് പള്ളിക്കകത്ത് കയറി. അങ്ങനെ പള്ളി സന്ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ആ അബായ അഴിച്ചിട്ട് അവിടെ തന്നെ ഒരു പെട്ടിയിലിട്ടിട്ട് പോന്നാൽ മതി. ഇതാണ് അവിടുത്തെ ഒരു രീതി. ഇതിപ്പോൾ അബുദാബിയിലെ ഗ്രാൻഡ് മോസ്കിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മിക്കവാറും മലയാളികൾ, ദുബായിലും അബുദാബിയിലും പോയിട്ടുള്ള മലയാളികൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പള്ളി കാണാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ നിന്ന് തന്നിട്ടുള്ള പള്ളിയുടെ ഡ്രസ് കോഡ് അനുസരിച്ച് അണിയാൻ തന്നിട്ടുള്ള ഡ്രസ്സാണ് ആ സമയത്ത് ധരിച്ചിരുന്നത്. അതിട്ട് ഞങ്ങൾ പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഒരു കൗതുകത്തിന് വേണ്ടി ആ ഫോട്ടോകളിൽ ചിലത് ഞങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കണ്ടപ്പോഴാണ് ചില ഇസ്ലാമിസ്റ്റുകൾക്ക് ഇതൊരു കിട്ടലാണല്ലോ എന്ന മട്ടിൽ അത് പെറുക്കി കൊണ്ടുപോയിട്ട് അവർ പ്രചരിപ്പിച്ചു. ഇതോ ജബ്ബാർ മാഷ് ഭാര്യനെ ജബ്ബാർ മാഷ് പർദ്ദ ഇടിയിച്ചിരിക്കുന്നു, അങ്ങനെയൊന്ന് വേർഷൻ, ഭാര്യ ഇടിക്കുക തുടങ്ങിയിട്ടുള്ള വേർഷനാണ് വന്നത്. അങ്ങനെ ഭാര്യനെ പർദ്ദ ഇടിയിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് കുറേ പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. അതിന് ഈ ഫോട്ടോ ആരോ പെറുക്കി കൊണ്ടുപോയിട്ട് എല്ലായിടത്തും പ്രചരിപ്പിച്ചു. അത് കഴിഞ്ഞ് അതൊക്കെ കെട്ടടങ്ങിയപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ആ ഫോട്ടോ എടുത്തിട്ട് എന്തൊക്കെയോ പറഞ്ഞ് വിശ്വാസികൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ അബുദാബിയിലെ പള്ളിയിൽ മാത്രമല്ല, ഞങ്ങൾ പർദ്ദയിട്ട് വേറെയും പള്ളിയിൽ കയറിയിട്ടുണ്ട്. അടുത്ത കാലത്ത് ഞങ്ങൾ ഏറ്റവും അവസാനം പോയ യാത്ര, ഇസ്രായേലിൽ പോയ യാത്രയിൽ ജെറൂസലേമിലെ ബൈത്തുൽ മുഖദ്ദിസ് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് ജെറൂസലേമിലെ പള്ളി. ഈ പള്ളിയിൽ കയറാനും ഞങ്ങൾ ഇതേമാതിരി ഇസ്ലാമിക വേഷം ധരിച്ച് കയറിയിട്ടുണ്ട്. അവിടെ സഹധർമ്മിണി അന്ന് ഏറെക്കുറെ പർദ്ദയോട് സാമ്യമുള്ള ഒരു വേഷമാണ് ധരിച്ചിരുന്നത്. അതുകൊണ്ട് അത് തലയിൽ കൂടെ പൊതിഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ തലയിൽ കൂടെ പൊതിഞ്ഞ് ഏതാണ്ട് ഒരു മുസ്ലിം വേഷം ധരിച്ചിട്ടാണ് വന്നത്. എന്നിട്ട് അപ്പോഴും നമ്മൾ അവിടെ ചെല്ലുന്ന പുരുഷന്മാർ മുസ്ലിങ്ങളാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ അവിടെ കയറ്റുള്ളൂ. അപ്പോൾ മുസ്ലിങ്ങളാണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അവർ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തും. എൻ്റെ അടുത്ത ഒരു ഫാത്തിഹ സൂറത്ത് ഓതാൻ പറഞ്ഞു, ഞാൻ മുസ്ലിമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഫാത്തിഹ സൂറത്ത് ഓതി കൊടുത്തിട്ടാണ് എന്നെ പള്ളിയിലേക്ക് കയറ്റി വിട്ടത്. അങ്ങനെ ഞങ്ങളുടെ കൂടെ അതേ സമയത്ത് വിശ്വാസികളായ ഒരു കപ്പിൾ ഉണ്ടായിരുന്നു ഗോവയിൽ നിന്നുള്ള. അവർ ജീൻസൊക്കെയാണ് പെൺകുട്ടികൾ ധരിച്ചിരുന്നത്. അവരൊക്കെ എന്നിട്ട് $20 കൊടുത്തിട്ട് അവിടുന്ന് പർദ്ദ വാങ്ങിയിടേണ്ടി വന്നു. കാരണം അവിടെ ഒരു പർദ്ദക്കട അതിൻ്റെ തൊട്ട് എൻട്രൻസിലുണ്ട്. അപ്പോൾ പർദ്ദ ഇല്ലാതെ വരുന്നവരോട് അവിടെ പോയി പർദ്ദ വാങ്ങിയിട്ട് ഇടാൻ പറയും. അങ്ങനെ $20 കൊടുത്ത് പർദ്ദ വാങ്ങി ജീൻസിൻ്റെ മേലെ ഇട്ടിട്ടാണ് ഞങ്ങളുടെ കൂടെ വന്ന വിശ്വാസികളായ മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ കയറിയത്. അവരവിടെ പള്ളിയിൽ കയറി നിസ്കരിക്കുകയും ചെയ്തു. ഞങ്ങൾ പള്ളി കണ്ട് നിസ്കരിക്കാതെ ഇറങ്ങിപ്പോന്നു. അവർ നിസ്കരിച്ചു. അപ്പോൾ ബൈത്തുൽ മുഖദ്ദിസിൽ കയറുമ്പോഴും ഇസ്ലാമിക വേഷം ധരിച്ചിട്ടുണ്ട്. മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഫാത്തിഹ സൂറത്ത് ഓതി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് അങ്ങനെയുള്ള ചരിത്ര സ്മാരകങ്ങളൊക്കെ കാണുക എന്നുള്ളത് താല്പര്യമുള്ളൊരു വിഷയമാണ്. എനിക്ക് യുക്തിവാദം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും താല്പര്യമുള്ള എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് യാത്രകളാണ്. പ്രത്യേകിച്ച് ചരിത്ര സ്മാരകങ്ങളൊക്കെയുള്ള ഇടങ്ങളിലേക്കൊക്കെ യാത്ര പോകുക എന്നുള്ളത് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഇനി ചിലപ്പോൾ മക്കയിലും മദീനയിലും ഒക്കെ പോയിട്ട് ഇതുപോലെ നമ്മുടെ ഫോട്ടോ പരസ്യപ്പെടുത്തി എന്ന് വരും. അതിനുള്ള ചാൻസ് കിട്ടിയാൽ അവിടെയും പോകും. അതുപോലെ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ആ സ്ഥലത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചും ആ സ്ഥലത്തെ പ്രാധാന്യങ്ങൾക്കനുസരിച്ചും അവിടുത്തെ ഡ്രസ് കോഡുകൾക്കനുസരിച്ചും ഒക്കെ ഡ്രസ്സുകൾ ധരിക്കാറുണ്ട്. അതൊന്നും വലിയൊരു അപാകതയായിട്ടോ അല്ലെങ്കിൽ വലിയൊരു കുറ്റമായിട്ടോ നമ്മളാരും കരുതുന്നില്ല. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലും ഒരു പള്ളി കാണാൻ വേണ്ടിയിട്ട് ഒരു പർദ്ദ ഇട്ടു എന്നുള്ളത് കൊണ്ട് നമ്മളെ ഏതെങ്കിലും ഒരു ഡിങ്കൻ നമ്മളെ പിടിച്ചിട്ട് നരകത്തിലിടുകയൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ ഒരു ദിവസം 1 മണിക്കൂർ നേരം പർദ്ദ വസ്ത്രം ധരിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള യോഗ്യതയോ അർഹതയൊക്കെ നഷ്ടപ്പെടുമോ? ആരാണ് ഇതൊക്കെ പറഞ്ഞത്? നമ്മൾ പർദ്ദയെ വിമർശിക്കുന്ന ഒരു വസ്ത്രം എന്ന നിലയ്ക്കേ അല്ല. പർദ്ദയിലുള്ള 3 മീറ്റർ തുണി നമ്മളുടെ ഒരു വിഷയമേ അല്ല.
ഒരു സ്ത്രീയുടെ ചോയ്സ് അനുസരിച്ചുള്ള ഒരു വസ്ത്രമാണെങ്കിൽ പർദ്ദ എന്നല്ല ഏത് വേഷം ധരിക്കുന്നതിനോട് നമുക്ക് യാതൊരു വിയോജിപ്പില്ല. ലോകത്ത് പലതരം വസ്ത്രങ്ങൾ മനുഷ്യർ ധരിക്കുന്നുണ്ട്. അവരവരുടെ ഇഷ്ടമനുസരിച്ച് അവരവർക്ക് ഏത് വസ്ത്രവും ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനൊന്നും നമ്മൾക്ക് യാതൊരു എതിരഭിപ്രായവുമില്ല. അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ ഇസ്ലാമിലെ പർദ്ദയെ നമ്മൾ വിമർശിക്കുന്നത് ഒരിക്കലും ഒരു വസ്ത്രം എന്ന നിലക്കല്ല, ഒരു ചോയ്സ് എന്ന നിലക്കല്ല, മറിച്ച് അത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു അടയാളം എന്ന നിലക്കാണ്. എന്തിൻ്റെ അടയാളം? സ്ത്രീ വിരുദ്ധമായ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അടയാളം എന്ന നിലക്കാണ് മുസ്ലിം സമൂഹം സ്ത്രീകളുടെ മേൽ ഈ കരിയാവരണം പൊതിയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല, വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വസ്ത്രധാരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സൗകര്യത്തിനനുസരിച്ച്, കാലാവസ്ഥയ്ക്കനുസരിച്ച്, തൊഴിലിനനുസരിച്ച്, മറ്റു ചുറ്റുപാടുകൾക്കനുസരിച്ച് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ഏതാണെന്ന് സ്വയം കണ്ടെത്തി അത് ധരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എല്ലാവർക്കും ഉള്ളത്. അതാണ് അത് സംബന്ധിച്ച യുക്തിവാദികളുടെ നിലപാട്. വസ്ത്രധാരണത്തിൻ്റെ ചരിത്രം നമ്മൾ ഈ കെട്ടുകഥകളിൽ പറയുന്നത് പോലെ അത് ചെകുത്താൻ അടിച്ചേൽപ്പിച്ചതോ അല്ലെങ്കിൽ ദൈവം പറഞ്ഞ് ചെയ്യിച്ചതോ ഒന്നുമല്ല. മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അനുസരിച്ച് പരിണമിച്ച് വികസിച്ച് വന്നിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് മനുഷ്യർ വസ്ത്രം ധരിക്കുന്നത്. വസ്ത്രം ധരിക്കാത്ത ആളുകൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ വസ്ത്രം തീരെ ധരിക്കാത്ത ഗോത്ര സമൂഹങ്ങൾ ജീവിക്കുന്നുണ്ട്. പരിഷ്കൃത സമൂഹങ്ങളിലും വസ്ത്രം ധരിക്കാത്ത സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഇവിടെ അമേരിക്കയിൽ തന്നെ ന്യൂഡ് ബീച്ചുകളുണ്ട്. ഒരു വസ്ത്രവും ധരിക്കാതെ ആളുകൾ ബീച്ചിൽ വിനോദത്തിന് വരുന്ന, വെയിൽ കൊള്ളാൻ വരുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള പല രീതികളും പലയിടത്തുമുണ്ട്. ഇനി വസ്ത്രം ധരിക്കായ്ക കൊണ്ടാണ് ഈ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള അസംബന്ധ പ്രചാരണം നടത്തുന്നവരും മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ വസ്ത്രം ഒട്ടുമില്ലാത്ത ആളുകളുടെ ഇടയിലും നിങ്ങൾ ഈ പറയുന്നത് പോലുള്ള പീഡനങ്ങളൊന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെ അല്പമാത്ര വസ്ത്രം ധരിച്ച് നടക്കുന്ന സമൂഹങ്ങളിലും ആ വസ്ത്രത്തിൻ്റെ പേരിലോ വസ്ത്രത്തിൻ്റെ പോരായ്മ കൊണ്ടോ ഒരു പീഡനവും നടക്കുന്നില്ല. പീഡനങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങൾ വേറെയാണ്. ഇങ്ങനെ ഈ വസ്ത്രമാണ് ഇതിൻ്റെ കാരണം എന്നതൊക്കെ വളരെ വളരെ ബാലിശവും ശുദ്ധ അസംബന്ധ ജടിലവുമായിട്ടുള്ള കണ്ടെത്തലുകളാണ്. അതെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന ഒരു കഥയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കാര്യങ്ങളെ ആഖ്യാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളാണ്. വസ്ത്രം ധരിക്കാതെ നടക്കുന്ന ആളുകളുടെ ഇടയിൽ പോയി നമ്മൾ ഒരാഴ്ച ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വസ്ത്രം ധരിക്കായ്ക കൊണ്ടുള്ള നാണവും വസ്ത്രം ധരിക്കായ്ക കൊണ്ട് ഉണ്ട് എന്ന് പറയുന്ന പീഡിപ്പിക്കാനുള്ള പ്രേരണ അതൊക്കെ അങ്ങില്ലാതെ ഒരാഴ്ച നമ്മൾ വസ്ത്രം ധരിക്കാത്ത ഒരു കൂട്ടത്തിൽ പോയി ജീവിച്ചാൽ മതി. അല്ലെങ്കിൽ അല്പമാത്രം വസ്ത്രം ധരിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ഒരാഴ്ച 2 ആഴ്ച പോയിട്ട് അവരോട് ഇടപഴകി ജീവിച്ചാൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശുദ്ധ അസംബന്ധമാണെന്ന് സ്വയം ബോധ്യപ്പെടും. ഇപ്പോൾ കോവളം ബീച്ചിൽ കടല വിറ്റിട്ടും അവിടെ ഐസ്ക്രീം വിറ്റ് നടക്കുന്ന ചെക്കന്മാരുണ്ട്. അവർക്കൊക്കെ സദാസമയം അവിടെ ഈ തുണി അയച്ചിട്ട് നടക്കുന്ന ടൂറിസ്റ്റുകളെ നോക്കിയിരിക്കലാണോ പണി? അല്ലെങ്കിൽ അവരെ നോക്കി വെള്ളം ഇറക്കലാണോ പണി? അതല്ലല്ലോ പണി. അവർക്ക് അതൊക്കെ അങ്ങനെയുള്ളവർക്ക് കൗതുകമൊന്നും അവർക്കുണ്ടാവില്ല. കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ മടുത്തു പോകും. നേരെ മറിച്ച് അവിടെ ടൂറിസ്റ്റുകളായിട്ട് പോകുന്ന ഉസ്താദന്മാരും മൗലവിമാരും ആണ് ആർത്തിയോട് കൂടി ഇത് നോക്കി നിൽക്കുന്നത്. കാരണം അവർക്ക് ഇത് കണ്ട് ശീലമില്ല. തീരെ കണ്ട് ശീലമില്ലാത്തത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആർത്തിയും കൗതുകവും കൊണ്ട് അവർ നോക്കി നിൽക്കും. പക്ഷേ ഒരു 4 ദിവസം അവരവിടെ നിന്നാൽ അവർക്കും അത് മടുക്കും. അത്രയേ ഉള്ളൂ. വസ്ത്രധാരണത്തിൻ്റെ പ്രശ്നം അത്രയേ ഉള്ളൂ. വസ്ത്രമില്ലാത്തത് കൊണ്ടൊന്നുമല്ല ആണുങ്ങൾ പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നത് അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള അരാജകത്വം നടക്കുന്നത്. അതൊന്നും വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതിൻ്റെയൊക്കെ കാരണങ്ങൾ വേറെയാണ്. അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ, അതൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പരിശീലിക്കേണ്ടതുണ്ട്. ഈ അന്ധമായ കെട്ടുകഥകളിൽ വിശ്വസിച്ച് അതിൽ മൂക്കുകുത്തി കിടക്കുന്ന ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ് സത്യം.